മിഥുൻ, സ്വാഭാവികമായും അങ്ങനെ ഒരു രാജ്യ ആവശ്യത്തിന് സർക്കാർ എന്തായാലും വഴങ്ങാൻ സാധ്യതയില്ല. നമുക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്. എന്ത് സംഭവിച്ചു എന്ന് ഇന്നലെ കോടതിയുടെ ആ ഇടക്കാല ഉത്തരവിൽ നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. ഈ സ്വർണ്ണപ്പാളി, ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ഉയർന്ന വിലയ്ക്ക് വിറ്റിരിക്കാം എന്നതടക്കമുള്ള കൃത്യമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. അയ്യപ്പ സംഗമമൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും അടുപ്പിച്ച് നിർത്താനായി എന്ന ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. കാരണം 2019 ശേഷമുള്ള കാര്യങ്ങളാണല്ലോ ഇതിൽ പറയുന്നത് പ്രധാനമായും. അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ ഉത്തരം വേണം. ആ ഉത്തരം സഭയിലാണ് ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ ഉത്തരം പറയിക്കാനാവുക. അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു ഉത്തരത്തിനപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയ യുദ്ധമാക്കുകയല്ലേ പ്രതിപക്ഷവും? ശ്രീജ, സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒഴിഞ്ഞു കിട്ടിയ വലിയൊരു ആയുധം തന്നെയാണ് പ്രതിപക്ഷത്തിന് ഈ ഒരു വിഷയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു സമീപനമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു നടക്കുമ്പോൾ ചില പരാമർശങ്ങൾ പ്രതിപക്ഷാംഗങ്ങളുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു എങ്കിൽ പോലും തന്നെ ഇന്ന് ഒരുപക്ഷെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള നിലപാടിലേക്ക് ഭരണപക്ഷം വന്നു എങ്കിൽ പോലും തന്നെ അതിന് തയ്യാറല്ല. ഒരുപക്ഷെ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലൊരു മറുപടി ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കെട്ട് അല്ലെങ്കിൽ ആ ഒരു കനൽ അടങ്ങിപ്പോകുന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാകാം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പ്രതിപക്ഷം എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും ഇനി തയ്യാറല്ല. രാജ്യ ആവശ്യത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുവരെ സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടതില്ല എന്നുള്ള കൃത്യമായ നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ അല്പസമയത്തിന് മുമ്പ് ചോദ്യോത്തരവേള തടസ്സപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ പി രാജീവ് ഒപ്പം തന്നെ എം പി രാജേഷും അടക്കമുള്ള മന്ത്രിമാർ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഹൈക്കോടതിയെ പോലും നിയമവ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു. നീതിന്യായ പീഠത്തിൽ വിശ്വാസമല്ലാതായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് അടക്കമുള്ള ചില പരാമർശങ്ങളായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. മറ്റൊന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, അതായത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ തയ്യാറുള്ള നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നു എന്ന് പി രാജീവ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അത്രത്തോളം പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ളത് തന്നെയാണ്. 2019 ശേഷം നടന്നിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ, ഒപ്പം തന്നെ അന്ന് ഈ സ്വർണ്ണപ്പാളി പൂഷണവുമായി ബന്ധപ്പെട്ട് ചില സ്വർണ്ണങ്ങൾ അധികം വന്നു. അത് ഒരു നിരതനായിട്ടുള്ള ഒരു കുടുംബത്തിന് യുവതിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അത് ഉപയോഗപ്പെടുത്തണം, അതിന് വിറ്റോട്ടെ എന്ന രീതിയിലുള്ള മെയിലുകൾ അയച്ചിരുന്നു. അതൊക്കെ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണവും ഒപ്പം തന്നെ ഒക്കെ ഉണ്ടാവുകയും ചെയ്ത്. അതിൽ ഈ മെയിൽ കണ്ടതിന് ശേഷം ദേവസ്വം സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ ദേവസ്വം പ്രസിഡന്റിനെ കോട്ട് ചെയ്തുകൊണ്ട് പിന്നീടൊരു കത്തയക്കുന്നു. ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു കത്തയക്കുകയും ചെയ്തത്. അങ്ങനെ ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അത് വിശ്വാസികളുടെ വിശ്വാസം ഹനിക്കുന്ന തരത്തിൽ അതിൽ ദേവസ്വം ബോർഡും അതിന് ഒപ്പം ചേർന്ന് തുള്ളി എന്നടക്കമുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പാടാൻ പറ്റില്ല എന്ന രീതിയിൽ ഹൈക്കോടതി തന്നെ ഈ നിലപാടെടുത്ത സാഹചര്യത്തിൽ ഇനി ഒരു തരത്തിലും ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നുള്ള ഭരണപക്ഷത്തിന്റെ ചോദ്യത്തോട് പോലും കൃത്യമായി പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ കൃത്യമായി മുന്നോട്ട് പോവുക. ഇനി സഭാ നടപടികൾ മന്ത്രിയുടെ രാജിക്കും ഒപ്പം തന്നെ ദേവസ്വം പോലും പിരിച്ചുവിട്ടതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരൂ എന്നുള്ള നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ അത് അന്തിമമാക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. ഇപ്പോൾ കെ എൻ ബാലഗോപാൽ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പ് മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ മൗനം പാലിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതെന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നുണ്ട്. അതിലേക്ക് നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതിനും ആവശ്യമായ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനുമായി 16/4/2025 ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 26/8/2025 ചേർന്ന ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ യോഗം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള തുടർ നടപടി. നിയമസഭയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ
പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് കണ്ടത്. എന്തായാലും ഇന്നും സഭയിൽ വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളാണ് ഉണ്ടായത്. മിഥുൻ, ഇന്നിപ്പോൾ സഭാ നടപടികൾ പകുതിക്ക് വെച്ച് നിർത്താനാണോ സാധ്യത? ഇന്നലെ റദ്ദ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറഞ്ഞാണ് സ്പീക്കർ ആ സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അതിനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Shri A.K.M. Ashraf, not in the seat. Order, submissions. Shri Ramesh Sanitara. Yes. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിക്കുകയാണ്. ഓർഡർ. ഇന്നത്തെ സബ്മിഷനുകളുടെ ചോദ്യം ഉത്തരങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. റിപ്പോർട്ട് സമർപ്പണം ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി 2 ചെയർപേഴ്സണുമായ ശ്രീ കെ രാജൻ 2025 കേരള സ്വകാര്യ കൈവശത്തുള്ള അധിക ഭൂമി ക്രമവത്കരണ ബില്ലിനെ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ്. സർ, ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 2 ചെയർപേഴ്സണായ ഞാൻ 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി 6 ചെയർപേഴ്സണുമായ ശ്രീ വി ശിവൻകുട്ടിക്ക് 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4-ാം നമ്പർ ബിൽ എന്നിവ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ്. സർ, വിദ്യാഭ്യാസം സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 6 ചെയർപേഴ്സണായ ഞാൻ 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4-ാം നമ്പർ ബിൽ എന്നീ ബില്ലുകൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി 12 ചെയർപേഴ്സണുമായ ശ്രീമതി വീണ ജോർജിന് 2024-25 സാമ്പത്തിക വർഷത്തെ ആനുകാലിക റിപ്പോർട്ട് ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 4-ാമത് റിപ്പോർട്ടിന് ശുപാർശകളിന്മേൽ ആക്ഷൻ ടേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ്. സർ, ആരോഗ്യവും കുടുംബക്ഷേമവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 12 ചെയർപേഴ്സണായ ഞാൻ സമിതിയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 4-ാമത് റിപ്പോർട്ടിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള ആനുകാലിക റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി 14 ചെയർപേഴ്സണുമായ ശ്രീ പിണറായി വിജയന് 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാല ഭേദഗതി ബിൽ, 2025 മലയാള ഭാഷാ ബിൽ, 2025 കേരള പൊതുസേവനാവകാശ ബിൽ എന്നിവ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ്. സർ, ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 14 ചെയർപേഴ്സണായ ഞാൻ 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ, 2025 മലയാള ഭാഷാ ബിൽ, 2025 കേരള പൊതുസേവനാവകാശ ബിൽ